വിശദമായ വാർത്തകളിലേക്ക്. വയനാട് പടമലയിൽ കാട്ടാനയുടെ ചവിട്ടേറ്റു മരിച്ച അജിയുടെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. പടമല സെന്റ് അൽഫോൺസ് ചർച്ച് ദേവാലയ സെമിത്തേരിയിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഒത്തിരി നടന്ന വഴിയില്, വാഹനങ്ങള് ഓടിച്ച വഴിയില് വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്നും ഷിബു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷിബു, അജിയുടെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതെ, ഇപ്പോൾ അജിയുടെ വീട്ടിൽ നിന്നും വിലാപയാത്ര പുറപ്പെട്ടിരിക്കുകയാണ് പള്ളിയിലേക്ക്. അല്പസമയത്തിനകം വിലാപയാത്ര സെന്റ് അൽഫോൻസ പള്ളിയിൽ എത്തുകയും അവിടെ ദേവാലയത്തിലെ കൂടി സംസ്കാര ശുശ്രൂഷകൾ കഴിഞ്ഞ ശേഷം സംസ്കരിക്കുകയും ചെയ്യും. ഏകദേശം 4:30 ചടങ്ങുകൾ അവസാനിക്കും എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കുന്നത്. ആയിരങ്ങളാണ് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനായി നാടിന്റെ നാനാഭാഗത്തു നിന്ന് എത്തിയത്. വിവിധ കർഷക സംഘടനാ നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, പൊതുജനങ്ങൾ തുടങ്ങിയവരെല്ലാം ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. മാനന്തവാടി രൂപതയിലെ വിവിധ വൈദികരുടെ കാർമ്മികത്വത്തിലാണ് സംസ്കാര ശുശ്രൂഷകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഇന്നലെ രാവിലെ മുതൽ തന്നെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോഴും ധാരാളം ആളുകൾ ആദരാഞ്ജലികൾ അർപ്പിക്കാനും കാണാനുമായി എത്തിയിരുന്നു. ഇനി ഒരാൾക്കും ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാവരുതെന്ന പ്രാർത്ഥനയോടെയാണ് എല്ലാവരും അജിയെ വന്ന് കണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ച് മടങ്ങിയത്. അതേസമയം വളരെ നിർണായകമായ ഒരു കാര്യം കൂടി, അജിയെ കൊലപ്പെടുത്തിയ മോഴയാനയെ, കർണാടകയുടെ റേഡിയോ കോളർ ഘടിപ്പിച്ച മോഴയാനയെ മയക്കുവെടി വെക്കുന്നതിനുള്ള ദൗത്യ സംഘത്തിന്റെ തീവ്ര ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെ വൈകാതെ ആനയെ മയക്കുവെടി വെക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ. കാരണം കാലാവസ്ഥയും താപനിലയും ഒക്കെ അനുയോജ്യമായി വന്നിട്ടുണ്ട്. റോഡ് സൈഡിൽ തന്നെ ആനയെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുങ്കിയാനകളെ ഉപയോഗിച്ച് മയക്കുവെടി വെക്കാനും, മയക്കുവെടി വെച്ചാൽ കുളിപ്പിച്ച് തണുപ്പിക്കുന്നതിനും, തണുപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് വാഹനത്തിൽ കയറ്റുന്നതിനും എല്ലാം ഉള്ള എളുപ്പ വഴികൾ ഉള്ള ഒരു സ്ഥലത്താണ് ഇപ്പോഴുള്ളത്. കർണാടക മാനന്തവാടി മൈസൂർ പാതയ്ക്കരികിലായാണ് ആനയുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ വാഹനങ്ങൾ നിർത്തരുത്, ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം ജനങ്ങൾക്കും നൽകിയിട്ടുണ്ട്. വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ദൗത്യ സംഘം ഈ തീവ്ര പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ അജിയുടെ സംസ്കാര ശുശ്രൂഷകളും നടക്കുകയാണ്. അജിയുടെ സംസ്കാര ശുശ്രൂഷകൾ സമാപിക്കും മുമ്പേ തന്നെ മയക്കുവെടി വെക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. ഷിബു, ഇപ്പോഴും ആനയുടെ ഈ സഞ്ചാരപാത കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഈ ആളുകൾ ഇപ്പോൾ ദൗത്യസംഘം കാട്ടിലേക്ക് നേരത്തെ നീങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അതെ, ദൗത്യസംഘം ആനയ്ക്ക് തൊട്ടരികിൽ എത്തിയതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആളുകളെ വനത്തിനുള്ളിലേക്ക് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. റോഡരികിലാണ് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ, ക്യാമറകൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഉള്ളത്. അതുപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ വാഹന സഞ്ചാരമുള്ള ഒരു സഞ്ചാരപാത കൂടിയാണ്. അതുകൊണ്ട് മൈസൂരിൽ നിന്ന് മാനന്തവാടിയിലേക്ക് വരുന്നവരും മാനന്തവാടിയിൽ നിന്ന് പോകുന്നവരും വാഹനങ്ങൾ നിർത്തരുത് എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഈ പ്രധാന റോഡരികിന് അടുത്തായി തന്നെ അധികം ഉള്ളിലല്ലാതെയാണ് ആനയെ ഇപ്പോൾ ദൗത്യസംഘം കണ്ടെത്തിയിട്ടുള്ളതും കുങ്കിയാനകളെ ഉപയോഗിച്ച് ഏകദേശം വളഞ്ഞിരിക്കുന്നതും. ഇനി ഏറെ വൈകുന്നതിന് മുമ്പ്, നേരം ഇരുട്ടുന്നതിന് മുമ്പ് മയക്കുവെടി വെച്ച് മറ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി സന്ധ്യയോടുകൂടി തന്നെ രാത്രിക്ക് ആനയെ മുത്തങ്ങയിലേക്ക് കൊണ്ടുവരത്തക്ക രീതിയിലുള്ള ഒരു യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരുക്കങ്ങൾ നടക്കുന്നത്. അതിനുള്ള ശ്രമം ഷിബു, നമുക്കറിയാം ഈ തണ്ണീർക്കൊമ്പന്റെ ഒരു സംഭവം നമ്മളുടെ ആ കാര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഈ മയക്കുവെടി എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടോ? മയക്കുവെടി വെക്കാൻ സാധ്യത, അല്ലെങ്കിൽ ഈ ആനയെ കാട്ടിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമമാണോ നടക്കുന്നത്? അതെ, കാട്ടിലേക്ക് കയർത്തിവിടാനല്ല, മയക്കുവെടി വെക്കാൻ തന്നെയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് എല്ലാ പഴുതുകളും അടച്ചുള്ള നടപടിക്രമങ്ങളാണ്. ഒന്നും പാലിക്കപ്പെടാതെ പോകുന്നില്ല. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് ഇതിന്റെ മാനദണ്ഡങ്ങളെല്ലാം SOP എന്ന് പറയും, ആ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചാണ് ഇവർ ഇപ്പോൾ മയക്കുവെടി വെക്കാനുള്ള ഒരുക്കം നടക്കുന്നത്. വ്യക്തമാണ്. വയനാട്ടിലെ ആളെക്കൊല്ലി ആനയെ ഉടൻ വെടിവെച്ചേക്കുമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. ആനയുടെ അടുത്തെത്തി എന്നുള്ള ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ആനയുള്ള ആനപ്പാറ വളവിൽ ഒരുക്കങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കാട്ടിക്കുളം ബാവലി റോഡിൽ വാഹന നിയന്ത്രണമൊക്കെ നൽകിയിട്ടുണ്ട്. നാട്ടുകാർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദൗത്യസംഘം പൂർണ്ണസജ്ജരാണ്. എല്ലാ തരത്തിലുള്ള നടപടികളും പുരോഗമിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം കൊല്ലപ്പെട്ട അജിയുടെ മൃതദേഹവുമായി വിലാപയാത്ര പള്ളിയിലേക്ക് തിരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിശദാംശങ്ങളാണ് വയനാട്ടിൽ നിന്നും ഷിബു നൽകിയത്.